ഗുഡ് മോർണിംഗ്. എത്ര പേരായി? 23 പേരായിട്ടുണ്ട് അല്ലെ? കുറച്ച് ദിവസങ്ങളായില്ലേ നമ്മൾ കണ്ടിട്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ എക്സാം? ഗുഡ്. യെസ്. കുഴപ്പമില്ല ഹസീന, കുഴപ്പമില്ല എന്നുള്ളോ? എളുപ്പമില്ലായിരുന്നോ? അടിപൊളി. ഓക്കെ, ഗുഡ്. എളുപ്പമായിരുന്നു അല്ലേ? നമ്മൾ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ സെക്ഷനുകൾ. ഓക്കെ ഓക്കെ. സെക്ഷനിൽ നിന്നൊക്കെ തന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോ തന്നെ നോക്കിയായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അല്ലെ? എളുപ്പമുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാവർക്കും എളുപ്പമായിരുന്നു. ഓക്കെ, ഇനിയിപ്പോ എക്സാം ചിലർക്ക് ഇനിയിപ്പോ വല്ല ടെൻഷൻ വരൂട്ടോ നിങ്ങൾക്ക്. ഇനി ടെൻഷൻ കാരണം എങ്ങാനും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലാതെ അറിയില്ലാതെ ആരും തെറ്റിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ലേ? നിങ്ങക്കത് എക്സാമിന്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് ഇട്ട് തരും കേട്ടോ. ഓക്കെ. കൺഫ്യൂഷൻ ആയി പോയി മൂവി. അതാ ഞാൻ പറഞ്ഞേ. അതായത് ചിലപ്പോ പോർഷൻസ് നിങ്ങൾ ആ വെപ്രാളപ്പെട്ട് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്നത് കൊണ്ട് ചിലപ്പോ എങ്ങാനും മാറിപ്പോയിട്ടുണ്ടെന്നല്ലാതെ അറിയില്ലാത്തോണ്ട് അല്ലേ? അത് ആദ്യത്തെ എക്സാം എഴുതണം, അതുകൊണ്ടാണ്. ഇതിപ്പോ പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. കുഴപ്പമില്ല കേട്ടോ. ഓക്കെ. നമുക്ക് അപ്പോ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോ ചിലപ്പോ ഒരു ടെൻഷനും ഇതൊക്കെ കൊണ്ട് ചിലപ്പോ മാറിപ്പോയിട്ടുണ്ടെങ്കിലുള്ളൂ. അല്ലാതെ ക്വസ്റ്റ്യൻസ് ഒന്നും കുഴപ്പമില്ലായിരുന്നു. നമ്മളെല്ലാം പഠിച്ചത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ആരും ടെൻഷൻ അടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. എക്സാം എളുപ്പമായിരുന്നു. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മാർക്കൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അത് റിസൾട്ട് ഇട്ട് തരും കേട്ടോ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും നല്ല മിടുക്കികളും ഒക്കെ ആയിട്ട് എക്സാം എഴുതിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂള് കഴിഞ്ഞു. അതിന്റെ എക്സാം ആണ് നമ്മൾ നടത്തിയത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ തേർഡ് മൊഡ്യൂളിലേക്കാണ് പോകുന്നത്. ഇനി നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ചിലർക്കെങ്കിലും ഒരു തോന്നല് തോന്നിയിട്ടുണ്ടാവും, നമുക്ക് എക്സാമിന്റെ തലേദിവസമൊക്കെ നമ്മൾ എടുത്ത് വായിച്ചപ്പോൾ അന്നന്ന് വായിക്കാമായിരുന്നു. ഞാൻ ആദ്യത്തെ ക്ലാസ് തുടങ്ങി ഞാൻ പറയണയാണ്, നമ്മൾ എടുക്കുന്ന പോർഷൻസ് നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശരി അന്ന് തന്നെ ഒരു പ്രാവശ്യം വായിക്കണമെന്ന് അല്ലെ? വായിച്ചു വെക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. ആർക്കെങ്കിലും തോന്നി ഈ കൂട്ടത്തില് അയ്യോ മിസ് പറഞ്ഞാല് അന്നൊന്ന് വായിക്കായിരുന്നു, ഒരുമിച്ച് വന്നപ്പോ ഇത് കുറെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടായി ഈ കൂട്ടത്തില്? വായിക്കാത്തവര് യെസ്. മേഘ. അപ്പൊ അതും നമ്മള് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുക. എക്സാമിന് 2 ദിവസം മുന്നൊക്കെ എടുത്ത് ഒന്ന് വായിക്കാനിരിക്കുമ്പോ ചിലപ്പോ ഒരുമിച്ച് വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നാം. അപ്പോഴായിരിക്കും നമ്മൾ വിചാരിക്കുന്ന അയ്യോ ആദ്യം മുതൽ അന്നന്ന് എടുക്കുന്നത് നമുക്ക് വായിക്കാമായിരുന്നു എന്ന് ചിലപ്പോ തോന്നിയിട്ടുണ്ടാവാം. ഓക്കെ, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, എക്സാമും കഴിഞ്ഞു. നിങ്ങൾക്ക് ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് ആയി എക്സാം എങ്ങനെ എഴുതണം, ആ ടെൻഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇനി ഇപ്പൊ അടുത്ത എക്സാമിന് ഉണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയൊക്കെയാന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വായിക്കാമായിരുന്നു എന്ന് തോന്നിയവരില്ലേ, റിസൾട്ട് ഇട്ട് തരും കേട്ടോ. അന്നന്ന് പഠിച്ചത് കൊണ്ട് വെരി ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഓക്കെ, അതാണ്. അപ്പൊ ഇനി അഥവാ ഇനി അങ്ങനെ വായിക്കാൻ പറ്റാത്തവർ, ഇങ്ങനെ മനസ്സിൽ തോന്നിയ ആളുകളില്ലേ, അവരെന്താ ചെയ്യാതെ ഇന്ന് മുതൽ നമ്മൾ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇന്ന് മുതൽ പഠിച്ചു വെക്കുക. അന്നന്ന് എടുക്കുന്നത് ഒരു പ്രാവശ്യം വായിച്ചു വെക്കുക. ഇപ്പൊ എക്സാം കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ചിലത് തെറ്റിപ്പോയി ഹസീന. കുഴപ്പമില്ല, അത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അറിയില്ലാഞ്ഞിട്ടല്ല, ടെൻഷനും കൊണ്ട് മാറിപ്പോയതായിരിക്കും പെട്ടെന്ന് എഴുതിയപ്പോഴേ. ഇനിയിപ്പോ എന്തായാലും അതൊക്കെ കഴിഞ്ഞു പോയി. ഇനിയിപ്പോ അതൊന്നും നിങ്ങൾ ഓർക്കണ്ട. നമുക്കൊരു എക്സ്പീരിയൻസ് ആയല്ലോ. നിങ്ങൾക്ക് എക്സാം എഴുതി ഇങ്ങനെ എഴുതാന്നൊക്കെ ഉള്ളൊരു എക്സ്പീരിയൻസ് അവിടെ നമുക്ക് കിട്ടി. ഇനിയിപ്പോ അതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങൾക്ക് അറിയില്ലാഞ്ഞിട്ടല്ല നിങ്ങൾ തെറ്റിച്ചത്. ഇനിയിപ്പോ നമ്മുടെ ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കാം. അതെന്തായാലും കഴിഞ്ഞു പോയി. ഇനിയിപ്പോ അന്നൊന്നും വായിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവരത് ഇന്ന് നമ്മൾ തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് എടുക്കുന്നത് കൃത്യമായിട്ട്. അതാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കഴിയുമ്പോ അതിൽ നിന്ന് നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കുകയല്ലേ അല്ലെ? അന്ന് നമുക്ക് തോന്നി അയ്യോ ഇത് ആദ്യം മുതൽ അന്നൊന്ന് എടുത്തത് വായിക്കായിരുന്നു എന്നൊന്ന് തോന്നി. പിന്നെ ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല.
പക്ഷെ ഇതേ ഇപ്പൊ നമ്മൾ പുതിയത് തുടങ്ങുകയാണ്, തേർഡ് മൊഡ്യൂളില് ചെറിയൊരു ചാപ്റ്റർ ആണ്, എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ അന്ന് വായിക്കാൻ പറ്റാത്തവര് ഇന്ന് മുതൽ വായിച്ചു പോകാം. ഇനി തേർഡ് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയില്ലായിരുന്നോ? നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ പോലെ ചെറിയ ചാപ്റ്റർ അല്ല, അവിടെ ഇത്തിരി വലിയ വലിയ ചാപ്റ്ററുകളാണ് വരുന്നത്. ചാപ്റ്ററിന്റെ കണ്ടന്റ് കൂടുതലാന്നുള്ളൂ, എളുപ്പമുള്ള ചാപ്റ്ററുകൾ തന്നെയാണ്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ 1-2 ചാപ്റ്ററൊക്കെ നമുക്ക് ഇത്തിരി വലുതുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഓൾമോസ്റ്റ് തേർഡ് ഫോർത്തിൽ ഇത്തിരി വലിയ ചാപ്റ്റേഴ്സ് ആണ്. എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഈസിയാണ് കേട്ടോ. കുറച്ചുകൂടി നോക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഇത് ഞാനിപ്പോ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന ചെറിയ ചാപ്റ്റർ ആണ് എങ്കിലും നിങ്ങൾക്ക് അറിയാം, ഓരോ ടീച്ചേഴ്സിന് ഇപ്പൊ ക്ലാസ് തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തല്ലോ നിങ്ങൾക്ക്. അപ്പൊ ഇത്ര വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ അതനുസരിച്ച് തന്നെ നിങ്ങൾ നോക്കി പോവുക. ഇമ്പോർട്ടൻറ്റ് സെക്ഷനുകൾ പറയുന്നതൊക്കെ തന്നെ എക്സാമിന്റെ കാര്യങ്ങൾ റിസൾട്ട് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ഇട്ട് തരും കേട്ടോ. അപ്പൊ അന്ന് നിങ്ങള് എന്താ പറയാ, അത് വായിച്ച് എന്തായാലും വെക്കണം. വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ ആ ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞിട്ട് വായിക്കാനിരിക്കാതെ അന്നത്തെ തന്നെ വായിച്ചു വെക്കാം. ഓക്കെ, നമുക്ക് എന്താ ചാപ്റ്ററിലേക്ക് കിടക്കാം. ചെറിയൊരു ചാപ്റ്റർ ആണ്, അധികം ടൈം ഒന്നും വേണ്ട, അധികം ദിവസം ഒന്നും വേണ്ട. ഇപ്പൊ ഉടനടി തന്നെ നിങ്ങൾക്ക് റിസൾട്ട് തരും കേട്ടോ, ഇട്ട് തരും. സെറ്റ് ഓക്കെ. എളുപ്പമായിരുന്നോ? ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ഉണ്ടാവും ഞാൻ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്ന സൂപ്പർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത തേർഡ് മൊഡ്യൂളില് 8ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത ആരെങ്കിലും എടുത്തോര്. 8ാമത്തെ ചാപ്റ്റർ ആണ്. ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിൽ 73 ആണ് പേജ് നമ്പർ. തേർഡ് മൊഡ്യൂൾ ആണ് കേട്ടോ. തേർഡ് മൊഡ്യൂളിലെ പേജ് നമ്പർ 73. ഓക്കെ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. എന്താണ് സേഫ്റ്റി? സുരക്ഷ. സെക്യൂരിറ്റി, സുരക്ഷിതത്വം. ഹോസ്പിറ്റലിലെ സുരക്ഷയും സുരക്ഷിതത്വവും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നോക്കിയേ, ഫസ്റ്റ് തന്നെ സേഫ്റ്റി. എന്താണ് സേഫ്റ്റി? ഡിഫൈൻ സേഫ്റ്റി. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. എന്തെങ്കിലും ഇഞ്ചുറി, മുറിവുകളിൽ നിന്നോ, റിസ്ക് എന്തെങ്കിലും അപകട സാധ്യതയിൽ നിന്നോ, ഹാം ദോഷങ്ങളിൽ നിന്നോ ഒക്കെ നമ്മൾ ഫ്രീ ആകുന്നു. അതാണ് സേഫ്റ്റി, സുരക്ഷ. അല്ലെ, നമുക്ക് എന്തെങ്കിലും ചിലപ്പോ ഇഞ്ചുറി പറ്റുന്ന ഒരു സംഭവം ആകാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദോഷം വരുത്തുന്നതാകാം, അല്ലെ, അതിന് എന്തെങ്കിലും റിസ്ക് സാധ്യതയുള്ളതാവാം. അതിൽ നിന്നൊക്കെ നമ്മൾ ഫ്രീ ആവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സേഫ്റ്റി എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോളണം ആ സെന്റൻസ്. സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. അടുത്തത് നോക്കിയേ, management of any hospital has twofold responsibility concerning the safety. എല്ലാ ഹോസ്പിറ്റലിലെയും മാനേജ്മെന്റിന് ഒരു ഇരട്ട ഉത്തരവാദിത്വമുണ്ട്. ടൂഫോൾഡ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? ഇരട്ട ഉത്തരവാദിത്വമുണ്ട്. എന്താ? കൺസേണിങ് സേഫ്റ്റി. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ഇരട്ട ഉത്തരവാദിത്വം ഉണ്ട് എല്ലാ ഹോസ്പിറ്റലിലെയും മാനേജ്മെന്റ് ഓഫ് എനി ഹോസ്പിറ്റൽ. ഏത് ഹോസ്പിറ്റലിലാണെങ്കിലും മാനേജ്മെന്റിന് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ടൂഫോൾഡ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ഇരട്ട ഉത്തരവാദിത്വം ഉണ്ട്. എന്തൊക്കെയാ റെസ്പോൺസിബിലിറ്റി? മാനേജ്മെന്റിനുള്ള റെസ്പോൺസിബിലിറ്റി എന്താ? ഒന്നാമത്തെ നോക്കിയേ, ടു മേക്ക് ദ വർക്ക് പ്ലേസ് ആൻഡ് സറൗണ്ടിങ് സേഫ് ബൈ ക്രിയേറ്റിംഗ് സേഫ് കണ്ടീഷൻ. ടു മേക്ക് ദ വർക്ക് പ്ലേസ് എന്ന് വെച്ചാൽ അവര് വർക്ക് ചെയ്യുന്ന സ്ഥലം, അതായത് സറൗണ്ടിങ്സ്, ചുറ്റുപാടുകള് സേഫ് ആക്കി വെക്കുക. എങ്ങനെ? ബൈ ക്രിയേറ്റിംഗ് സേഫ് കണ്ടീഷൻ. ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ വർക്ക് പ്ലേസും സറൗണ്ടിങ്സ് ചുറ്റുപാടുകളും എന്താക്കുക? സേഫ് ആക്കുക. ഒന്നാമത്തെ ഉത്തരവാദിത്തമാണ്. അതപ്പോ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ വേറെ ആർക്കും, സ്റ്റാഫിനോ പേഷ്യൻസിനോ ഒന്നും ദോഷം ഉണ്ടാക്കാത്ത രീതിയിൽ എന്താണ് അവിടെ എല്ലാ കാര്യങ്ങളും സേഫ് ആക്കി വെക്കുക. അത് മാനേജ്മെന്റിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? To make the workplace and the surroundings safe. എങ്ങനെ? By creating safe condition.
ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു കണ്ടീഷൻ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ വർക്ക് പ്ലേസും അതിന്റെ ചുറ്റുപാടുകളും സറൗണ്ടിങ്സ് എല്ലാം സേഫ് ആക്കി വെക്കുക. ഇനി രണ്ടാമത് നോക്കി എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി? ടു എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സ്ഥാപിക്കുക. ടു എസ്റ്റാബ്ലിഷ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സ്ഥാപിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ടു ഓൾ കൺസേൺഡ്, എന്തുമായി ബന്ധപ്പെട്ട്? കമ്മ്യൂണിക്കേറ്റ് ടു ഓൾ കൺസേൺഡ്, അതുമായിട്ട് അത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാവരുമായിട്ട് ഒരു നല്ലൊരു ആശയവിനിമയം സ്ഥാപിക്കുക. എന്താ ചുമ വിശേഷങ്ങളല്ല അവിടെ പറയുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് എൻഫോഴ്സ് സേഫ്റ്റി റൂൾ, എന്താ? സുരക്ഷാ നിയമങ്ങള് നടപ്പിലാക്കുക. സേഫ്റ്റി റൂൾസ് നടപ്പിലാക്കുക. അത് എല്ലാവരുമായിട്ട് അത് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കുക, ആശയവിനിമയം സ്ഥാപിക്കുക. ഇതാണ് മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഒന്നാമത്തെ, ഒരു സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ വർക്ക് പ്ലേസും സറൗണ്ടിങ്സ് ചുറ്റുപാടുകളും സേഫ് ആക്കുക. പിന്നെ അടുത്ത എന്താ? നല്ലൊരു സുരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് എല്ലാവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കുക. ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ എന്താണെന്നുള്ളത്. ഇനി അടുത്തതാണ് സേഫ്റ്റി അവയർനെസ്. എന്താണ് അവയർനെസ് എന്ന് പറഞ്ഞാൽ? എന്താ അവയർനെസ്? എന്താ അവയർനെസ് ക്ലാസ്സുകള്? എന്താ നമുക്കൊരു അവയർനെസ് ക്ലാസ്സുകൾ എന്ന് കേട്ടില്ലേ? എന്താ അവയർ ആക്കാന്ന്? നമുക്കൊരു ബോധം അല്ലെ, ഒരു അവബോധം സൃഷ്ടിക്കുക. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ബോധവൽക്കരിക്കുക. ശരി, ബോധവൽക്കരണം നടത്തുക അല്ലെ? സ്റ്റാഫിനും പേഷ്യൻസിനും ഒക്കെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു അവയർനെസ്, സേഫ്റ്റി സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു അവയർനെസ്, ഒരു അവബോധം അല്ലെങ്കിൽ ബോധവൽക്കരണ കാര്യങ്ങൾ ചെയ്യുക. സേഫ്റ്റി അവയർനെസ്. നോളജ് ഓഫ് വർക്ക് റിലേറ്റഡ് റിസ്ക് ഈസ് നെസസറി. അത് ഇമ്പോർട്ടന്റ് അല്ലേ? അല്ലെ? നമ്മൾ എന്താണോ വർക്ക് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന അപകട സാധ്യതകൾ എന്താണ്, അതിനെ കുറിച്ചൊരു അറിവുണ്ടായിരിക്കണം. ഒരു ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അപകടങ്ങൾ അവിടെ വരാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു അറിവ് വേണം. എങ്കിലല്ലേ നമ്മൾ സുരക്ഷിതമായിട്ട് ഇരിക്കുള്ളൂ അല്ലേ? നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും ഏത് ഇതായിക്കോട്ടെ കേട്ടോ, എവിടെയാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ വർക്കുമായി ബന്ധപ്പെട്ട് നമുക്കൊരു എന്താ പറയാ ഒരു അറിവുണ്ടായിരിക്കണം. നോളജ് ഓഫ് വർക്ക് റിലേറ്റഡ് റിസ്ക് ഈസ് നെസസറി. അവിടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ അപകട സാധ്യതകൾ ഉണ്ടാകാം, എന്തൊക്കെ റിസ്ക് ആണ് അവിടെ ഉള്ളത്, അതിനെ കുറിച്ച് നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. എങ്കിലാണ് അയ്യോ അവിടെ അങ്ങനെ സംഭവിക്കാം എന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലല്ലേ നമ്മളത് സൂക്ഷിക്കുള്ളൂ. അവിടെ നോക്കി അടുത്ത ലാബ്, നഴ്സിംഗ് ഫ്ലോർസ്, laundry and kitchen demand special instruction and road safety rules. ലാബില് ഇങ്ങനെ നമ്മള് പല കെമിക്കൽസും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ അപകടങ്ങൾ സംഭവിക്കാം, അപകട സാധ്യതകളുണ്ട്. നഴ്സിംഗ് ഫ്ലോർ എന്ന് വെച്ചാൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കെയർ കൊടുക്കുന്ന റൂമുകളാണ്. ICU ഇതൊക്കെ നഴ്സിംഗ് ഫ്ലോറിൽ വരാം. ജനറൽ ഫ്ലോർ, മറ്റു യൂണിറ്റ്സ് ഇതൊക്കെ. നഴ്സിംഗ് ഫ്ലോറുകള്, ലോണ്ട്രി അലക്കല് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഫോർത്തോഫോഡിയോട് പഠിക്കാണ്ട്, ലോട്ടറി ആൻഡ് ലിനൻ സർവീസ് പഠിക്കാണ്ട്, ഹോസ്പിറ്റലില് അലക്കല് കാര്യങ്ങള്. കിച്ചൺ, ഡയറ്ററി കിച്ചൺ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക നിർദ്ദേശങ്ങളും ഇൻസ്ട്രക്ഷൻസും വിശാലമായിട്ടുള്ള സേഫ്റ്റി റൂൾസും വേണം അല്ലെ? അപ്പൊ അതിനെ കുറിച്ചൊക്കെ അപ്പൊ ഇവിടെ ഓരോ സ്ഥലങ്ങളില്, ലാബില്, നേഴ്സിംഗ് ഫ്ലോറില്, ലോണ്ടറി, കിച്ചൺ, ഇവിടെയൊക്കെ എന്തൊക്കെ അപകട സാധ്യതകൾ വരാം, എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകുന്ന റിസ്കുകള്, അതേക്കുറിച്ചൊരു നല്ലൊരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന ഇൻസ്ട്രക്ഷൻ, സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ, പ്രത്യേക നിർദ്ദേശങ്ങളും സേഫ്റ്റി റൂൾസും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഫോളോ ചെയ്യണം. പേജ് നമ്പർ എത്രയാണ്? 73 കേട്ടോ. ദിവ്യ പ്രസാദ്. എത്ര പേരാന്ന് വെച്ചാൽ ചോദിച്ചപ്പോ ഇത് ഹെൽപ്പ് ചെയ്യാൻ
മനസ്സുള്ള ഒരു പേജ് നമ്പർ അപ്പൊ തന്നെ ഇട്ടിരുന്നു 73. മൊഡ്യൂൾ 3 73. ഇനി എംപ്ലോയി ഷുഡ് ഡെവലപ്പ് എ സേഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സേഫ് ബിഹേവിയർ. അണ്ടർലൈൻ ചെയ്തിട്ടെ. അപ്പൊ എംപ്ലോയീസ് എന്ത് ഡെവലപ്പ് ചെയ്യണം? എന്താണ് അവര് ഡെവലപ്പ്? സേഫ് ആറ്റിറ്റ്യൂഡ്, സുരക്ഷിതമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവം. സേഫ് ബിഹേവിയർ, സുരക്ഷിതമായിട്ടുള്ള പെരുമാറ്റം, ബിഹേവിയർ. ഇത് എംപ്ലോയീസ് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ പറയില്ലേ പല അപകടങ്ങളും എങ്ങനെയാ പല അപകടങ്ങളും നമുക്ക് ശ്രദ്ധയില്ലായ്മയും കൊണ്ടൊക്കെ അല്ലേ? നമ്മൾ വെപ്രാളം പിടിച്ച് ശ്രദ്ധയില്ലായ്മയും കൊണ്ടാണ് നമുക്ക് പല അപകടങ്ങളും നമുക്ക് വരുന്നത് അല്ലെ? നമുക്കൊരു നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു മനോഭാവം, സുരക്ഷിതമായിട്ടുള്ള ഒരു സുരക്ഷാമായിട്ടുള്ള ഒരു പെരുമാറ്റം ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് പല അപകടങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ എംപ്ലോയീസ് എന്താണ് ഒരു സേഫ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, സേഫ് ബിഹേവിയർ എല്ലാം ഡെവലപ്പ് ചെയ്യണം. അണ്ടർലൈൻ ചെയ്തോട്ടോ സെന്റൻസ്. The costly factor for most accidents are more human than environment. ശരിയാണോ? മിക്ക ആക്സിഡന്റിനും കാരണമാകുന്ന ഫാക്ടർ ആരാണ്? more human than environment. ഏതിനേക്കാളും നമ്മുടെ എൻവയോൺമെന്റിനേക്കാളും പരിസ്ഥിതിനേക്കാളും മനുഷ്യരാണ് മിക്ക അല്ലെ? ഏതിനേക്കാളും മോർ ഹ്യൂമൻ, മനുഷ്യര് മൂലമാണ് മിക്ക ആക്സിഡൻസും ഒക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടൊക്കെ തന്നെയാണ് അതിന് കാരണം. ദ പോസിറ്റീവ് ഫാക്ടർ ഫോർ മോസ്റ്റ് ആക്സിഡൻസ് ആർ മോർ ഹ്യൂമൻ, മനുഷ്യരാണ്. ഏതാണ്? എൻവയോൺമെന്റ്, പരിസ്ഥിതി മൂലം ഉണ്ടാകുന്നതിനേക്കാളും നമ്മുടെ മനുഷ്യരുടെ അശ്രദ്ധയും കൊണ്ടൊക്കെയാണ് അല്ലെ മിക്ക ആക്സിഡൻസും വരുന്നത്. ഇനി അടുത്തത്, ഇനി നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളത് ഹോസ്പിറ്റൽ സേഫ്റ്റി റൂൾസ് എന്നും പറഞ്ഞാണ്. ഹോസ്പിറ്റലിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ്? അതിനെ പല സെക്ഷനുകളായി തിരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ദ ജനറൽ സേഫ്റ്റി റൂൾസ്? ആദ്യത്തെ നമ്മൾ ഏന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത് ജനറൽ ആയിട്ട് എന്തൊക്കെയാണ് സുരക്ഷാ നിയമങ്ങള്, നടപടികൾ എന്തൊക്കെയാണ്, സുരക്ഷാ കാര്യങ്ങള്. ജനറൽ സേഫ്റ്റി റൂൾ. പേഴ്സണൽ എന്ന് പറഞ്ഞാല് PERSONAL. പേഴ്സണൽ ആരാ? സ്റ്റാഫ് ആണ് കേട്ടോ. ജനറൽ സേഫ്റ്റി റൂൾ പേഴ്സണൽ. എന്തൊക്കെയാണ്? സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട ജനറൽ ആയിട്ടുള്ള സുരക്ഷാ നിയമ നടപടികള്. എന്തൊക്കെ കാര്യങ്ങളാണ്? ആ പോയിന്റ്സ് നിങ്ങൾ വായിച്ചു വെക്കണം കേട്ടോ. ഇതിന്റെ കീഴിൽ തന്നേക്കുന്നത് ഇപ്പൊ ചെറിയ പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അവിടെ ചോദിക്കാം ജനറൽ സേഫ്റ്റി റൂൾസിൽ വരുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. ഓക്കെ, നോക്കിയേ. ഒന്നാമത്തെ എന്താണ്? ജനറൽ സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാന്ന് നോക്കിയേ. Right way to do a job in the hospital is the safe way. അപ്പൊ ഇങ്ങനെ നമ്മൾ ജോലി ചെയ്യണം. റൈറ്റ് വേ, ശരിയായ മാർഗത്തിൽ ജോലി ചെയ്യണം. ടു ഡു എ ജോബ് എങ്ങനെ ചെയ്യണം? സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് നേരായ മാർഗത്തിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണം. എങ്ങനെ? സുരക്ഷിതമായ വഴിയിലൂടെ. സുരക്ഷിതമായിട്ടുള്ള മാർഗത്തിലൂടെ ശരിയായ രീതിയിൽ ജോലി ചെയ്യണം. നമ്മൾ പലതും അപകടം വന്നത് ഷോർട്ട് കട്ടൊക്കെ ചെയ്യുമ്പോഴല്ലേ നമ്മൾ എളുപ്പപ്പണി നോക്കുമ്പോഴൊക്കെയല്ലേ നമുക്ക് കൂടുതൽ അപകടങ്ങളൊക്കെ വരിക. സ്ട്രെയിറ്റ് ആയിട്ടാണെങ്കിൽ ഒരു പ്രശ്നമില്ല അല്ലെ, നേരെ പോകും. ചിലർ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. വളഞ്ഞു വിരിഞ്ഞൊക്കെ വരുമ്പോ ചിലപ്പോ നമുക്ക് വല്ല അപകടങ്ങളൊക്കെ വരാം അല്ലേ. ഇത് നോക്കി ശരിയായ രീതിയിൽ ജോലി ചെയ്ത ഒരു പ്രശ്നമില്ല. കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് ഇതാക്കിക്കൊണ്ടൊക്കെ നമ്മൾ ശരിയായി. ഇപ്പൊ ലാബിൽ വർക്ക് ചെയ്യാണ്, അവിടെ നമ്മൾ അല്ലെങ്കിൽ റേഡിയോളജിയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊയൊക്കെ നമ്മൾ സേഫ്റ്റി കാര്യങ്ങൾ പഠിച്ചില്ലേ? സേഫ്റ്റി ഇത് ധരിക്കണം, നമ്മള് കോട്ട് ധരിക്കണം, പിന്നെ അതുപോലെ ഗ്ലൗസ് ധരിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ അത് ഉപയോഗിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു സേഫ്റ്റി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ നമ്മൾ അതൊക്കെ ഉപയോഗിക്കാതെ ചെയ്യുമ്പോൾ ചിലപ്പോ നമുക്ക് വല്ല ഇൻഫെക്ഷൻ ഒക്കെ വരാം. അപ്പൊ എപ്പോഴും നമ്മൾ എങ്ങനെ ജോലി ചെയ്യണമെന്നാ പറയുന്നത്? റൈറ്റ് വേ, ശരിയായ രീതിയിൽ നമ്മൾ ജോലി ചെയ്യണം, ശരിയായ മാർഗത്തിലൂടെ.
ഓക്കെ, ഫസ്റ്റ് പോയിന്റ് കിട്ടിയില്ലേ? അത് ഏതിൽ വരുന്നതാണ്? ജനറൽ സേഫ്റ്റി റൂൾസിൽ വരുന്നതാണ്. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ഇടുകയും ചെയ്തോട്ടോ. റൈറ്റ് വേ ടു ഡു എ ജോബ് ഇൻ ദ ഹോസ്പിറ്റൽ ഇസ് ദ ഡാഷ് വേ. ഏത് വേയില്? സേഫ് വേ, സുരക്ഷിതമായ വേയിലൂടെ ജോലി ചെയ്യണം. ഇനി അടുത്തത് നോ യുവർ ജോബ് അബ്സല്യൂട്ട്ലി. രണ്ടാമത്തെ കാര്യം എന്താ? നമ്മുടെ ജോലി എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലേ? അറിയണം. ഇപ്പൊ എന്നോടൊരു ജോലി പറഞ്ഞു, എനിക്ക് പൂർണ്ണമായ ധാരണയില്ല അത് എങ്ങനെയാ ചെയ്യാന്ന്. ഞാൻ ഊഹിച്ചൊക്കെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അപകടം വരാൻ പറ്റൂലേ? നമ്മൾ ചെയ്യേണ്ട ജോലി എന്താണ്, നമ്മുടെ ജോലി എന്താന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താ നമ്മൾ അവിടെ ചെയ്യട്ടെ, എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണമായും ആ ജോലി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അപകടങ്ങൾ അങ്ങനെ അധികം വരൂല, അല്ലെ? ഇനി അറിയില്ലാതെ ചെയ്യുമ്പോഴല്ലേ ആ ജോലി എന്താണ് എങ്ങനെയാണ് ചെയ്യണേന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയില്ലാതെ ചെയ്യുമ്പോൾ ചിലപ്പോ വല്ല അപകടങ്ങളും നമുക്ക് സംഭവിക്കാം. രണ്ടാമത്തെ ഒരു ജനറൽ സേഫ്റ്റി റൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ജോലി കൃത്യമായിട്ട് തന്നെ ചെയ്യണം. നമ്മൾ അറിഞ്ഞിരിക്കണം. നോ യുവർ ജോബ് അബ്സല്യൂട്ട്ലി. നമ്മുടെ ജോലി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അടുത്ത് നോക്കിയേ, whenever there is doubt. ഇനി നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരുവാണെങ്കിലോ ഡു നോട്ട് ഇൻഡൾജ്. ഇൻഡൾജ് എന്ന് പറഞ്ഞാൽ വഴങ്ങുക, അതിന് മുതിരരുത്. ഇൻ ഗസ് വർക്ക്, ഊഹിച്ച് വർക്ക് ചെയ്യാൻ പാടില്ലാതെ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ വയറിന്റെ ഇവിടെ ആയിരിക്കും വെക്കേണ്ടത്, അല്ലെങ്കിൽ അതിലേക്ക് ഈ സൊല്യൂഷൻ ആയിരിക്കും ഒഴിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ ഗസ് ചെയ്തിട്ട് ഒരിക്കലും ജോലിയും ചെയ്യരുത്. ഡു നോട്ട് ഇൻഡൾജ്. ഇൻഡൾജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്വന്തം ഗസ്സിൽ നമ്മൾ ചെയ്യരുത്, അതിന് വഴങ്ങരുത്, നമ്മൾ ഒരിക്കലും മുതിരരുത്. എന്ത് ചെയ്യണം? നമ്മള് ആസ്ക് ദ സൂപ്പർവൈസർ. നമ്മുടെ സൂപ്പർവൈസർ ഉണ്ടാവുമല്ലോ അവിടെ, നമ്മൾ സൂപ്പർവൈസ് ചെയ്യാനൊരു സൂപ്പർവൈസർ ഉണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ കൃത്യമാക്കി മനസ്സിലായതിനു ശേഷം മാത്രം നമ്മൾ ചെയ്യുക. അപ്പോഴും നമ്മൾ സേഫ് ആണ്, നമുക്ക് വേറൊരു അപകടങ്ങളൊന്നും വരില്ല, നമുക്കത് സേഫ് ആയിട്ട്. തേർഡ് പോയിന്റ് ക്ലിയർ അല്ലേ? നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഗസ് വർക്ക് ചെയ്യരുത്, നമ്മൾ സൂപ്പർവൈസറിനോട് ചോദിക്കണം. ഇനി അടുത്ത പോയിന്റ് നോക്കി, നെവർ ഹാൻഡിൽ ഓർ ഓപ്പറേറ്റ് മിഷനറി ടൂൾസ് എക്യുപ്മെന്റ്സ് വിത്തൗട്ട് ഓതറൈസേഷൻ. ഇനി നെവർ ഹാൻഡിൽ, ഒരിക്കലും നമ്മൾ കൈകാര്യം ചെയ്യരുത്, ഓർ ഓപ്പറേറ്റ് അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കരുത് മിഷനറി, എന്തെങ്കിലും മെഷീൻസുകള് അല്ലെങ്കിൽ മെഷീനറി ടൂൾസ് എക്യുപ്മെന്റ്സ്, എന്തെങ്കിലും ഉപകരണങ്ങള്, ഇതൊക്കെ നമ്മൾ ഒരിക്കലും പ്രവർത്തിപ്പിക്കുകയോ കൈകാര്യം ചെയ്യുകയോ പാടില്ല. PDF കാണുന്നില്ലേ? കത്തോട് കാണാത്തെ കാണുന്നില്ലേ നിങ്ങള്? ശരണ്യ തമ്പിട്ടുണ്ടല്ലോ മൂവി. എന്താണ് നിങ്ങളുടെ നെറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ? ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് വേഗം ഒന്ന് കേറുമോ? കാണുന്നുണ്ടെന്ന് ഇട്ടിട്ടില്ല കുറച്ചു പേരൊക്കെ. ആതിര, സജിത്ത്, മിന്നു കുറെ തമ്മിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് കയറി വെക്കേ. ഓക്കെ, കാണാവുന്നത് ശരണ്യ, സുമയ്യ കിട്ടുന്നുണ്ട്, പറയുന്നു ജോഷി ചെറിയ കമ്പിട്ട് വന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും കാണാവുന്നതാണ്. ഇത് ശ്രദ്ധിച്ചേ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇപ്പോ കാണാം, ദിവ്യക്കകത്തോ കാണാൻ പറ്റാത്തത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നാലാമത്തെ പോയിന്റ് എന്താ? അപ്പൊ നമ്മൾ മെഷീനറി ടൂൾസ് എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മൾ അനുമതി ഇല്ലാതെ, ഓതറൈസേഷൻ, നമ്മുടെ മോളിൽ നിന്ന് നമുക്ക് അത് നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രവർത്തിക്കാം, നമുക്ക് അതിനുള്ള ഒരു അനുമതി ഇല്ലാതെ നമുക്ക് എന്താ അതൊരിക്കലും നമ്മൾ ഹാൻഡിൽ ചെയ്യരുത്. മനസ്സിലായോ? അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാൻ നിൽക്കരുത്. ഓരോ കാര്യങ്ങളും അത് വർക്ക് ചെയ്യാൻ അതിന് ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ളത്. അതായത് നമുക്ക് ആ ഒരു കാര്യം, നമുക്ക് ആ ടൂൾസോ എക്യുപ്മെന്റ്സോ നമുക്ക് അംഗീകാരം, അനുമതി ഇല്ലാതെ നമ്മൾ ഹാൻഡിൽ ചെയ്യാനോ അത് പ്രവർത്തിപ്പിക്കാനോ പാടില്ല. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത പോയിന്റ് എന്താ? ബി വിജിലന്റ് ആൻഡ് ഒബ്സർവ് ഈഗർലി. നമ്മൾ എങ്ങനെ ഇരിക്കുക? വിജിലന്റ് ആയിട്ടിരിക്കുക. വിജിലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കുക. ആൻഡ് ഒബ്സർവ് ഈഗർലി. ഈഗർലി എന്ന് വെച്ചിട്ട് ആകാംക്ഷയോടെ, എല്ലാ കാര്യങ്ങളും നല്ല ജാഗ്രതയായിട്ടിരിക്കുക, നല്ല ആകാംക്ഷയോടുകൂടി ഒബ്സർവ് ചെയ്യുക.
അപ്പൊ അങ്ങനെ വരുമ്പോൾ അല്ലെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ജാഗ്രതയോടുകൂടി ഈ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റൂലേ? ഇതും എന്താണ് ജനറൽ സേഫ്റ്റി റൂൾസിൽ വരുന്നതാണ്. നമ്മൾ എപ്പോഴും വിജിലന്റ് ആയിട്ടിരിക്കുക, അല്ലാതെ ഒരു ശ്രദ്ധയില്ലാതെ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിയൊക്കെ എടുക്കുകയോ അതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ അപകടങ്ങൾ വരുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ആവരുത്. നമ്മൾ നല്ല വിജിലന്റ് ജാഗ്രതയായിട്ടിരിക്കുക, ഒബ്സർവ് ചെയ്തല്ലേ നമ്മള് എന്താണ് ആകാംക്ഷയോട് കൂടി തന്നെ അത് ഒബ്സർവ് ചെയ്യുക. അടുത്ത നോക്കിയേ, റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി എനി ഫോൾട്ടി എക്യുപ്മെന്റ്. ഇനി എന്തെങ്കിലും തെറ്റായിട്ടുള്ള എക്യുപ്മെന്റ്സുകളില്ലേ അത് കണ്ടു കഴിഞ്ഞാല് അത് ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യുക. ഒരു മെഷീൻസ് എന്തെങ്കിലും കേടായി കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടോ, ഒരു സ്പാർക്ക് കണ്ടോ, എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നത് കണ്ടോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഫോൾട്ട് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനടി തന്നെ റിപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ അത് ഇല്ലാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വന്ന് അത് പ്രവർത്തിക്കുമ്പോൾ അയാൾക്കും എല്ലാ അപകടങ്ങളും വരാം അല്ലെ. അപ്പൊ ഉടനടി തന്നെ ഒരു തെറ്റായിട്ടുള്ള എക്യുപ്മെന്റ്സ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനടി തന്നെ റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി എനി ഫോൾട്ടി എക്യുപ്മെന്റ്. അടുത്ത നോക്കിയേ, അൺസേഫ് കണ്ടീഷൻസ് ഓർ ആക്ട് ഡെഫക്റ്റീവ് ഓർ ബ്രോക്കൺ എക്യുപ്മെന്റ്. അതും നമുക്ക് അവിടെ റിപ്പോർട്ടുകൾ അത് വേണമെങ്കിൽ ഒരുമിച്ച് അങ്ങ് പറയാം കേട്ടോ. ആ പോയിന്റ് നമുക്ക് സുരക്ഷിതമല്ലാത്ത ആ പോയിന്റ് അതും റിപ്പോർട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അൺസേഫ് കണ്ടീഷൻ ഓർ ആക്ട് ഡിഫക്റ്റീവ് ഓർ ബ്രോക്കൺ എക്യുപ്മെന്റ്, പൊട്ടിപ്പോയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തെങ്കിലും അൺസുരക്ഷിതം പൊട്ടിയ അടുത്ത് നോക്കിയേ, എന്തെങ്കിലും അൺസേഫ് സുരക്ഷിതമല്ലാത്ത കണ്ടീഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റീവ് തെറ്റായി പ്രവർത്തിക്കുന്നത് ഡിഫക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ടുള്ള എക്യുപ്മെന്റ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഉടനടി തന്നെ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി. അത് ഒരുമിച്ച് ആ പോയിന്റ് അങ്ങ് പറഞ്ഞാൽ മതി അവിടെ. ഇനി അടുത്ത് നോക്കിയേ, ടു ബി ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിറ്റ് ഫോർ യുവർ വർക്ക് by maintaining good health and proper diet. നമ്മൾ ഫിസിക്കലി ഇമോഷണലി നമ്മൾ ഫിറ്റ് ആവണമെങ്കിൽ ഫോർ യുവർ വർക്ക്, നമ്മുടെ വർക്കില് ഫിസിക്കലി ഇമോഷണലി ഫിറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ബൈ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത്, നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ ആയിട്ട് കൃത്യമായിട്ടുള്ള ഡയറ്റ്, നമ്മുടെ ആഹാരക്രമം ഇതൊക്കെ നമ്മുടെ ആഹാര രീതിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ നല്ല ഹെൽത്തി ആണെങ്കിൽ മാത്രമല്ലേ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഫിസിക്കലി മെന്റലി അല്ലേ. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല, ഭക്ഷണം ഒന്നും കഴിച്ചില്ല, നമുക്ക് ആകെ ഒരു ക്ഷീണമായിരിക്കും. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അന്നത്തെ ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങൾ നമുക്ക് ആ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് കിട്ടും. ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കരുത്. നമുക്ക് ആ ഒരു രാവിലെ നമുക്ക് നമ്മുടെ ബോഡിക്ക് നമുക്കൊരു ഊർജം ഇതൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ഫിസിക്കലി അല്ലെ നമ്മള് ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ നമ്മളൊരു ഫിസിക്കലി നമുക്ക് ഫിറ്റ് ആകുമോ, നമ്മള് ഇമോഷണലി നമുക്ക് ആ ഒരു തലവേദനയോ എന്തൊക്കെയോ വിഷമങ്ങളൊക്കെ ആയിരിക്കും അല്ലേ. നമുക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ട് എനർജി ഇല്ലെങ്കിൽ അതൊന്നും അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ടു ബി ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിറ്റ് ഓഫ് യുവർ വർക്ക്, നമ്മുടെ വർക്കില് ഫിസിക്കലി ഇമോഷണലി നമ്മൾ ഫിറ്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്, നല്ല ഹെൽത്ത് പ്രോപ്പർ ഡയറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ടെക്സ്റ്റിൽ ഓൾറെഡി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, എങ്കിലും അതൊന്ന് നോട്ട് ചെയ്യുക. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് അത്. ടു ബി ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിറ്റ് ഓഫ് യുവർ വർക്ക് ബൈ മെയിൻറ്റെയിനിങ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്. അടുത്ത് നോക്കിയേ, refrain from alcoholic drinks. ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ നിന്ന് വിട്ട് നിൽക്കുക. refrain. ഡ്രിങ്ക്സ് കഴിക്കുന്നത് നല്ലതാണോ? ഹെൽത്തിന് നല്ലതാണോ? അല്ല അല്ലേ? നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ആ കുപ്പിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിലും അത് മേടിച്ച് കഴിക്കുന്നവരുണ്ട്. അതങ്ങനെ നമ്മൾ ആൽക്കഹോളിക് ഒക്കെ ആയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? ബട്ട് യൂസ് ചെയ്യേ കിട്ടേണ്ട. അതെ എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, ആരും അതിലേക്ക് മുതിരരുത്. നമ്മളത് എന്താണ് വാസു കരയണേ, വാസു ഞാൻ വിട്ടു നിൽക്കാൻ പറഞ്ഞിട്ടാണോ? ഒന്നുമില്ല. ഓക്കെ.
അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ നിന്ന് നമ്മൾ വിട്ട് നിൽക്കണം. നമ്മുടെ ഹെൽത്തിന് വേണ്ടി തന്നെയാ അല്ലെ. നമ്മള് എന്തോരം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് കുറെ നാളൊക്കെ ഇങ്ങനെ കഴിച്ചിരിക്കുന്നവർക്ക് ഉള്ളിലുള്ള അവയവങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം അടിച്ചു വിട്ടുണ്ടാവും അല്ലെ. എന്നിട്ട് ആ ഒരു ഇതുകൊണ്ട് ആൽക്കഹോളാണ് ഒരു പരിധി വിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അത് ഇതായി കഴിഞ്ഞാൽ നമുക്ക് ദൂഷ്യമാണ്. നമ്മുടെ ഓർഗൻസ് ഇതിനൊക്കെ ഇതാണ്. പിന്നെ അതുമല്ല നമ്മൾ അത് കഴിച്ചുകൊണ്ട് നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നേരെ ചെയ്യാൻ പറ്റുമോ അല്ലെ. ഒരുപാട് അപകടങ്ങൾ അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പറയില്ലേ നമ്മുടെ ബ്രെയിനെയാണ് നമുക്ക് ആൽക്കഹോൾ ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. ശരിയാ, നമ്മുടെ ഹെൽത്തിന്റെ ഇതാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമ്മുടെ തല നേരെ വെക്കാൻ പറ്റുമോ ഒരുപാട് കഴിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ എവിടെയെങ്കിലും ചുരുങ്ങി കിടക്കും. നമുക്കത് എന്താ പറയാ പ്രോപ്പർ ആയിട്ട് നമ്മള് നേരെ നിൽക്കാൻ പറ്റൂല, നമ്മുടെ ബാലൻസ് തന്നെ പോകും. അപ്പൊ നമ്മൾ അങ്ങനെ നോർമൽ തിങ്കിങ് കാര്യങ്ങളൊന്നും ഇല്ല ആ സമയത്ത്. അപ്പൊ നമ്മളൊരു എന്താ പറയാ ആൽക്കഹോള് കഴിച്ചുകൊണ്ട് നമ്മള് ഇപ്പൊ ഒരു ഡ്രൈവറാണ്, കഴിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ? സ്റ്റിയറിംഗ് നേരെ പിടിച്ചാലല്ലേ. എന്നിട്ട് വേണം, എന്തോരം അങ്ങനെ അപകടങ്ങൾ വരുന്നുണ്ട് അല്ലേ. ഇപ്പൊ ഏത് ഇതിലാണെങ്കിലും എവിടെയാണെങ്കിലും ആക്സിഡൻസ് പറ്റാം. നമ്മൾ അല്ലാത്ത ഇതിലാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മള് നല്ല രീതിയിൽ തന്നെ നമ്മൾ നിൽക്കണം. ആൽക്കഹോളൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ ജോലിയിൽ കയറി കഴിഞ്ഞാൽ അത് മതി, നമുക്ക് അത് പ്രോപ്പർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റൂല. ലോസ് കൺട്രോൾ ഓവർ ബോഡി ആറ്റ് ഇവിടെ കേട്ടോ. ബാലൻസിനൊക്കെ പ്രശ്നം വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. അത് വെച്ചാൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മളെ സുബോധത്തില് നമുക്ക് ബോധമൊക്കെ ഉണ്ടാവില്ല, അപ്പൊ പകുതിയൊക്കെ ബോധമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് മതി അപകടം വരാനായിട്ട്. അപ്പൊ എന്ത് ചെയ്യാ, അതിൽ നിന്ന് വിട്ടു നിൽക്കുക, അകന്ന് നിൽക്കുക, ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ നിന്ന് അകന്ന് നിൽക്കുക. ഇനി അടുത്ത് നോക്കിയ പേഴ്സണൽ ഹൈജീൻ ഈസ് ഇമ്പോർട്ടന്റ്. വ്യക്തിപരമായിട്ടുള്ള ശുചിത്വം വളരെയധികം പ്രധാനമാണ്. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈകൾ കഴുകണം. പേഴ്സണൽ ഹൈജീൻ നമ്മൾ 2 നേരം കുളിക്കൂലേ അല്ലേ, ബ്രഷ് ചെയ്യൂലേ 2 നേരം? നമ്മുടെ പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ രാവിലെ കുളിക്കാതെ ഇരിക്കുന്നതും രാവിലെ എണീറ്റ് കുളിച്ചൊന്ന് ഫ്രഷ് ആകുമ്പോൾ തന്നെ നമുക്ക് പകുതി ഒരു ആരോഗ്യം നമുക്ക് കിട്ടൂലേ. നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പേഴ്സണൽ ഹൈജീൻ. നമ്മൾ കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുക. പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചെന്ന് പിടിക്കുമ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ വല്ല മൈക്രോബ്സ് അല്ലെ, ബാക്ടീരിയ ഒക്കെ നമ്മുടെ കയ്യിലേക്ക് വരാം, സൂക്ഷ്മാണുക്കൾ വരാം, നമുക്ക് അങ്ങനെ ഇൻഫെക്ഷൻ ഒക്കെ വരാം. അപ്പൊ വ്യക്തിപരമായിട്ടുള്ള ശുചിത്വം വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി അടുത്ത് നോക്കിയേ, അത്രയൊന്നുകൂടെ പെട്ടെന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഒന്നാമത്തെ എന്താ പറഞ്ഞത്, ശരിയായ മാർഗത്തിലൂടെ ശരിയായ വഴിയിൽ നമ്മള് ശരിയായ വഴിയിൽ ജോലി ചെയ്യുക. പിന്നെ നമ്മുടെ ജോലി പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഗസ് വർക്ക് ചെയ്യരുത്, നമ്മൾ സൂപ്പർവൈസറിനോട് ചോദിക്കണം. പിന്നെ നമുക്ക് ആ ഒരു അനുമതി ഇല്ലാതെ നമ്മൾ ഒരിക്കലും മിഷനറി ടൂൾസ് എക്യുപ്മെന്റ്സ് ഇതൊക്കെ കൈകാര്യം ചെയ്യാനോ അത് പ്രവർത്തിപ്പിക്കാനോ പാടില്ല. നമ്മൾ എപ്പോഴും വിജിലന്റ് ആയിട്ടിരിക്കുക, ആകാംക്ഷയോടുകൂടി നിരീക്ഷിക്കുക. അടുത്ത് നോക്കിയേ, റിപ്പോർട്ട്. എന്തെങ്കിലും തെറ്റായിട്ടുള്ള എക്യുപ്മെന്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യുക. സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ കണ്ടാലും, ഒരു തെറ്റായി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ കണ്ടാലും, പൊട്ടിപ്പോയിട്ടുള്ള ഉപകരണങ്ങൾ കണ്ടാലും ഒക്കെ നമ്മൾ ഉടനടി റിപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഫിസിക്കലി ഇമോഷണലി ഫിറ്റ് ആവുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗുഡ് ഹെൽത്ത്, പ്രോപ്പർ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ നിന്ന് വിട്ടു നിൽക്കുക. പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വാഷ് യുവർ ഹാൻഡ്സ് പ്രോപ്പർലി ഫ്രീക്വന്റ്ലി. ഇടയ്ക്കിടയ്ക്ക് കൈകൾ കഴുകുക. ഇത്രയും പോയിന്റ്സ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതെല്ലാം എന്തിൽ വരുന്ന ജനറൽ സേഫ്റ്റി റൂൾസിൽ വരുന്നതാണ്. ചോദ്യം കിട്ടിയില്ലേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ജനറൽ സേഫ്റ്റി റൂൾസ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ജനറൽ സേഫ്റ്റി റൂൾസ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പോയിന്റ്സ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഇനി അടുത്തൊന്ന് നോക്കിയേ, റിപ്പോർട്ട് ടു ദ ഡോക്ടർ whenever you are ill. ഇനി നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിലോ നമ്മൾ മിണ്ടാതിരുന്നാൽ മതിയോ? അസുഖം വന്നിട്ട് ആരോട് പറയാനും മിണ്ടാതിരുന്ന കാര്യമുണ്ടോ? എന്ത് ചെയ്യണം, ഉടനടി ഡോക്ടറെ കാണണം. റിപ്പോർട്ട് ടു ദ ഡോക്ടർ whenever you are ill with the infection instantly and stay at home.
ഇനി എന്നിട്ട് ഡോക്ടറെ കണ്ടു, എന്നിട്ട് നമുക്ക് ഇൻഫെക്ഷൻ കൂടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യണം. ആ ഇൻഫെക്ഷൻ വെച്ചോണ്ട് ഓഫീസിൽ പോകാൻ പറ്റുമോ? ഇല്ല. നമ്മൾ റെസ്റ്റ് എടുക്കണം, വീട്ടിൽ തന്നെ ഇരിക്കണം. സ്റ്റേ അറ്റ് ഹോം. വീട്ടിൽ തന്നെ ഇരുന്ന് ഉടനടി നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നമ്മളത് റെസ്റ്റ് ചെയ്ത് ഓക്കെ ആയതിനു ശേഷം മാത്രം പോകാം. അപ്പൊ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ രോഗം വെച്ചോണ്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകരുത്. ഉടനടി ഡോക്ടറെ കണ്ട് കറക്റ്റ് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എടുക്കണം. അതും ജനറൽ സേഫ്റ്റിയിൽ വരുന്നതാണ്. ഇനി അടുത്തത് നോക്കിയേ, cooperate with the hospital infection control committee by observing procedure already established. എന്താ ഇതിനകം ആ ഹോസ്പിറ്റലിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രൊസീജിയറുകൾ, നടപടിക്രമങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായി സഹകരിക്കുക. പേരിൽ തന്നെ അറിയാം എന്തിനാ കമ്മിറ്റി? ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. നമ്മൾ പഠിച്ചതല്ലേ? പഠിച്ചതാണ്. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി HAI പഠിച്ചതാണ് അല്ലെ? നോസോകോമിയൽ ഇൻഫെക്ഷൻ ആ ചാപ്റ്ററിൽ പഠിച്ചതാണ് നമ്മൾ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അതുമായിട്ട് സഹകരിക്കുക. ആ കമ്മിറ്റിയുടെ കാര്യങ്ങള്, അവിടുത്തെ പ്രൊസീജിയർ, അവിടുത്തെ നടപടി കാര്യങ്ങളൊക്കെ നമ്മളത് അതിനോട് സഹകരിച്ച് പോകാം. ഇനി അടുത്ത് നോക്കിയേ, വിയർ പ്രോപ്പർ യൂണിഫോം ആൻഡ് ക്ലോത്തിങ് ഫോർ യുവർ ജോബ്. എല്ലാ ജോലിക്കും ഉണ്ടല്ലേ ഒരു യൂണിഫോം അല്ലെങ്കിൽ ക്ലോത്തിങ്, അതിന് മാച്ച് ആയിട്ടുള്ള ഒരു. ഇപ്പൊ നമ്മളിപ്പോ ലാബിൽ വർക്ക് ചെയ്യുകയാണ്. ലാബിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മള് സാരിയും അതൊക്കെ വാരി ചുറ്റി അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മുടെ സേഫ്റ്റിയും കൂടിയാണത്. വെറുതെ യൂണിഫോം അല്ല, സേഫ്റ്റിയും കൂടിയാണ് അത്. അവിടുത്തെ യൂണിഫോം മസ്റ്റ് ആണ് അല്ലെ? സേഫ്റ്റിക്കും കൂടി വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഏത് ജോലിയുമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോം ധരിക്കാതെ ക്ലോത്തിങ്, നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന വസ്ത്രധാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക്. നൈദർ ടു ടൈറ്റ് നോട്ട് ടു ലൂസ്. രണ്ടും നമുക്ക് കംഫർട്ടബിൾ അല്ല അല്ലെ? അധികം ടൈറ്റ് ആയിട്ടിരുന്നാൽ നമുക്ക് പറ്റുമോ? നമ്മുടെ ഡ്രസ്സ് അല്ലെങ്കിൽ നമ്മുടെ യൂണിഫോം ക്ലോത്തിങ് ടൈറ്റ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു പ്രയാസമായിരിക്കും. എന്നാൽ ഒരുപാട് ലൂസായിട്ട് കിടന്നാലും പറ്റൂല. നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. നമ്മൾ ധരിക്കുന്ന ഡ്രസ്സുകള് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. എങ്കിലാണ് നമുക്കത് എന്താ നല്ല ഇതായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഹൈ ഹീൽഡ് ഫുട്വെയർ മേ ബി ഡേഞ്ചറസ്. ഇത് ഹൈ ഹീൽഡ് ഫുട്വെയർ ഡേഞ്ചറസ് ആണ്. ആരെങ്കിലും ധരിക്കുന്നുണ്ടോ ഇവിടെ? ഹൈ ഹീൽഡ് ഫുട്വെയർ ധരിക്കുന്നവരുണ്ടോ? പൊക്കം കുറവുള്ളവരൊക്കെ ചിലപ്പോൾ ധരിക്കാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല, വേണ്ട. ഹൈ ഹീൽഡ് ചെരുപ്പ് നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണോ? നമുക്ക് ഒരു സൈഡ് പൊങ്ങിയിരിക്കും, ഒരു സൈഡ് താഴ്ന്നിരിക്കും. അത് തന്നെ നമ്മുടെ ബോഡി നമ്മൾ ബാലൻസ് ചെയ്ത് തന്നെ നമ്മൾ നിർത്തണം. അല്ലെങ്കിൽ നടുവേദനയായി അങ്ങനെ പ്രശ്നങ്ങളായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരിക്കലും അത് നമ്മൾ ഒഴിവാക്കണം അല്ലെ? തെന്നി വീഴാൻ ചാൻസ് ഉണ്ട്, തട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമാണ് ഈ ഹൈ ഹീൽഡ് ഫുട്വെയർ ധരിക്കുന്നത്, അങ്ങനെയുള്ള ചെരുപ്പുകൾ. അതൊന്നും പാടില്ല. പിന്നെ അതുപോലെ തന്നെ ലൂസ് ജ്വല്ലറി, ആഭരണം. 10 പവന് 20 പവന് 50 പവനൊക്കെ ഇട്ടുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റോ? വളരെ സിമ്പിൾ ആയിട്ടുള്ളതായി ഇടാൻ പറ്റുള്ളൂ അല്ലെ? ഒരിക്കലും പറ്റില്ല. ആഭരണങ്ങള് ഇപ്പൊ റേഡിയോളജിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അത് അവിടെ ജ്വല്ലറി ഇതൊന്നും പറ്റില്ല നമുക്ക്. നമുക്ക് എന്താ പറയാ, അപ്പൊ ഇതൊക്കെ നമ്മള് പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യണം. നമ്മുടെ പ്രോപ്പർ യൂണിഫോം ക്ലോത്തിങ് ഇതൊക്കെ എന്താ പറയാ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് ധരിക്കണം. നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് അധികം ടൈറ്റ് ആവാനോ ലൂസ് ആവാനോ പാടില്ല. ജ്വല്ലറി, ആഭരണങ്ങൾ നമ്മള് അധികം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഒഴിവാക്കണം നമ്മള്. ലൂസ് ജ്വല്ലറി ആൻഡ് ഹൈ ഹീൽഡ് ഫുട്വെയർ. ഹൈ ഹീൽഡ് ഫുട്വെയറും നമുക്ക് ഡേഞ്ചറസ് തന്നെയാണ്. ഇതൊക്കെ നമുക്ക് വേണ്ട. അടുത്ത നോക്കിയേ, വാക്ക് നോട്ട് റൺ എസ്പെഷ്യലി വെൻ യു ആർ ടേക്കിംഗ് ഡെലിക്കേറ്റ് breakable articles or instruments. എന്താണ്? വാക്ക്, നടക്കുക. നോട്ട് റൺ, ഓടരുതെന്ന്. ഇങ്ങനെ ഓടരുത്. എസ്പെഷ്യലി വെൻ യു ആർ ടേക്കിംഗ് ഡെലിക്കേറ്റ്. ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതിന്റെ അതിലോലമായ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഡെലിക്കേറ്റ്. ബ്രേക്കബിൾ, ബ്രേക്കബിൾ പൊട്ടിപ്പോകുന്നത്. ആർട്ടിക്കിൾസ് ഓർ ഇൻസ്ട്രുമെന്റ്സ്, മൃദുവായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് ഓടരുത്, നടക്കാതെ പാടുള്ളൂ. എന്താ ഓടരുതെന്ന് പറഞ്ഞേ?
നമ്മളിരുന്ന് ഓടുമ്പോ എല്ലാം തട്ടിയെന്ന് വീണ് കഴിഞ്ഞാൽ നമ്മൾ വീഴും, ആ സാധനം പൊട്ടിപ്പോകും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൊട്ടും, അത് തന്നെ പൊട്ടിപ്പോക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഓടരുത്, നടക്കാനേ പാടുള്ളൂ. വളരെ സൂക്ഷിച്ച് തന്നെ നടക്കുക. Walk not run, especially when you are taking delicate breakable articles or instruments. ഇനി അടുത്ത നോക്കിയേ, if you see foreign material, loose wire, oil, spill, etc. on the floor, that may be cause of an accident. ഇനി നമ്മൾ ഈ തറയിലൊക്കെ എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽ, അപരിചിതമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കിടക്കണതോ, കളിപ്പാട്ടങ്ങളോ മറ്റുള്ള ഇതോ, പിന്നെ വയറ് എല്ലാം ലൂസായി കിടക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓയില് വീഴോ തൂളോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാത്തും നമുക്ക് വല്ല അപകടങ്ങൾ വരാൻ സാധ്യതയുള്ളതാണല്ലേ. That may be cause of an accident. ഇതെല്ലാം ഇങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് സ്ലിപ്പായി പോകും, തെന്നിപ്പോകും. അല്ലേ, നിങ്ങൾ തെന്നി വീണിട്ടുണ്ടോ? കുഞ്ഞു പിള്ളേരുള്ള വീട്ടിലൊക്കെ ഇങ്ങനെ തറയിൽ ഓരോ സാധനങ്ങളും അവർ കളിച്ചിട്ട് ഓരോന്ന് പെൻസിലും അതും ഇതൊക്കെ വരച്ചു വരില്ല അല്ലെ. നമ്മൾ അറിയാതെ ചവിട്ടി കഴിഞ്ഞാൽ നേരെ സ്ലിപ്പ് അടിച്ചു പോകും. പിന്നെ അതുപോലെ ബനാന പീല് അതൊക്കെ നമ്മള് തറയിലൊക്കെ ഇതായി കഴിഞ്ഞാൽ ചവിട്ടി തെന്നി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താ പറയാ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആക്സിഡന്റിന് കാരണമാകും. അതൊന്നും നമ്മൾ ചെയ്യരുതെന്നാ പറയുന്നത്. If you see foreign material, loose wire, oil, spill, etc. on the floor, that may be cause of an accident. ഇതെല്ലാം ആക്സിഡന്റിന് കാരണമാകും. അടുത്ത നോക്കിയേ, പ്രാക്ടിക്കൽ ജോക്സ്. പ്രാക്ടിക്കൽ ജോക്സ്, ജോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തമാശ ഇതിലൊന്നും ഏർപ്പെടരുത്. ഡു നോട്ട് ഇൻഡൽജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാണ് വഴങ്ങുക, അല്ലെങ്കിൽ അതിന് മുതിരരുത്. ഇൻ പ്രാക്ടിക്കൽ ജോക്സ് ഇൻവോൾവിംഗ് ഫയർ, ആസിഡ്, വാട്ടർ, compressed air and other potentially hazardous things. നമ്മള് ചെറുപ്പം മുതലേ നമ്മുടെ അമ്മ അച്ഛനും എല്ലാവരും പറഞ്ഞു തരും അല്ലെ, തീർത്ത് കളിക്കരുത്, വെള്ളത്തിൽ കളിക്കരുത് അല്ലെ. അതൊക്കെ എന്താ, നമുക്ക് കൂടുതൽ അപകടങ്ങൾ പറ്റും. തീർത്ത് കളിക്കരുത്, ആവശ്യത്തിന്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ട രീതിക്ക് അത് കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കണം. ഇതിലൊന്നും നമ്മൾ തമാശപൂർവ്വമുള്ള കളികളിൽ ഏർപ്പെടാൻ പാടില്ല. ഫയറോ ആസിഡൊക്കെ എടുത്ത് വെറുതെ ആവശ്യമില്ലാതെ എടുത്തൊക്കെ കഴിഞ്ഞാൽ കയ്യിലൊക്കെ വീണ് കഴിഞ്ഞാൽ പൊള്ളും അല്ലെ. വെള്ളത്തില് കംപ്രസ്ഡ് എയർ പൊള്ളും. ഇതൊക്കെ ഇങ്ങനെയുള്ള പൊട്ടൻഷ്യലി ഹസാഡസ് ആയിട്ടുള്ള, നമുക്ക് അപകടകരമായിട്ടുള്ള സാധനങ്ങള്, അതിലൊന്നും എടുത്ത് കളികളിൽ ഏർപ്പെടാൻ പാടില്ല. പ്രാക്ടിക്കൽ ജോക്സ് എവിടെ ആക്ഷൻസ് ഡൺ ഓൺ ദ, നമുക്ക് എന്താ, നമ്മളിപ്പോ തമാശപൂർവമായിട്ടുള്ള കാര്യങ്ങള് ഈ സംഭവങ്ങളൊക്കെ എടുത്തിട്ടേ ഒരു തമാശക്ക് നമ്മൾ കളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിലൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ, പ്രാക്ടിക്കൽ ജോക്സ്. പിന്നെ അടുത്തത് എന്താണ്? വാർണിംഗ് ബോർഡ്. എല്ലായിടത്തും തന്നെ കാണാം വാർണിംഗ് ബോർഡ്. എന്തിനാ വാർണിംഗ് ബോർഡ് എന്തിനാ വെക്കണേ? എന്താ, നമുക്കൊരു അവയർനെസ് കിട്ടാൻ, അങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത്, അത് എടുക്കരുത് അല്ലെ. സൈൻ ബോർഡുകള് നമ്മൾ പഠിച്ചതാണ് കുറെയൊക്കെ. അതൊക്കെ അറിയാൻ വേണ്ടി അവിടെ എന്താണ് നമുക്ക് എല്ലാ അപകടങ്ങളൊക്കെ വരും, അതിന് നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ് വാർണിംഗ് ബോർഡുകൾ. അറ്റൻഷൻ ടു ഓൾ വാർണിംഗ് ബോർഡ്. എല്ലാ വാർണിംഗ് ബോർഡുകളും മുന്നറിയിപ്പ് തരുന്നത് അല്ലെ. ശരി, നമുക്ക് എല്ലാ വാർണിംഗ് ബോർഡുകൾക്കും ശ്രദ്ധ കൊടുക്കണം. നമ്മളത് വെറുതെ ഒരു ഭംഗിക്ക് അവിടെ വെച്ചേക്കുന്നതല്ല. അങ്ങനെയുള്ള വാർണിംഗ് ബോർഡുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വായിച്ചു നോക്കണം. എന്താ അതിനകത്ത് എഴുതിയേക്കുന്നത്, എന്താണ്, നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ്. അങ്ങോട്ട് പോകരുതെന്നായിരിക്കും. നമ്മൾ വായിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അപകടത്തിലേക്കായിരിക്കും നമ്മൾ ചെല്ലുന്നത്. നമുക്കൊരു മുന്നറിയിപ്പ് നൽകുന്നതാണ്. എല്ലാ വാർണിംഗ് ബോർഡുകൾക്കും ശ്രദ്ധ, അറ്റൻഷൻ പേ അറ്റൻഷൻ ടു ഓൾ വാർണിംഗ് ബോർഡ്സ്. എല്ലാ വാർണിംഗ് ബോർഡുകൾക്കും നമ്മൾ ശ്രദ്ധ കൊടുക്കണം. This sign warn you about the dangerous and hazards that may cause injury or harm. ഈ സൈനുകളെ നമുക്ക് വാൺ ചെയ്യുന്നു, നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഹസാർഡ്സ്, ദോഷകരമായിട്ടുള്ള എന്തെങ്കിലും ഇഞ്ചുറിക്ക് കാരണമാകുന്ന അതേ ഹാം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ് വാർണിംഗ് ബോർഡുകൾ. അപ്പൊ എല്ലാ വാർണിംഗ് ബോർഡുകളിലും ശ്രദ്ധ കൊടുക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. അറ്റൻഷൻ ടു ഓൾ വാർണിംഗ് ബോർഡ്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, വർക്ക് പ്രൊസീജിയർ.
Be familiar with your work procedure, including safety practices at work. നമ്മൾ പറഞ്ഞതാ, നമ്മുടെ വർക്ക് പ്രൊസീജിയർ, വർക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളത് ഫെമിലിയർ ആയിരിക്കണം, നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇൻക്ലൂഡിങ് സേഫ്റ്റി പ്രാക്ടീസസ് അറ്റ് വർക്ക്, സുരക്ഷാ നടപടികൾ ഉൾപ്പെടെ. നമ്മൾ ഓരോ സ്ഥലത്ത് ഇപ്പൊ റേഡിയോളജിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ PPE ധരിക്കണം, അത് സേഫ്റ്റിയാണ്, സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പൊ ആ വർക്ക് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി നടപടി കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഫെമിലിയർ ആയിരിക്കണം, പരിചയമായിരിക്കണം, നമ്മളത് പരിചിതമായിരിക്കണം. ബി ഫെമിലിയർ വിത്ത് യുവർ വർക്ക് പ്രൊസീജിയർ ഇൻക്ലൂഡിംഗ് സേഫ്റ്റി പ്രാക്ടീസസ് അറ്റ് വർക്ക്. അടുത്ത് നോക്കിയ ഹാൻഡ് റെയിൽസ്. ഓൾവേസ് യൂസ് ഹാൻഡ് റെയിൽസ് ഓൺ സ്റ്റെയർവേ ഓഫ് റാമ്പ്. നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കാറുണ്ടോ? മുകളിലൊക്കെ കയറുമ്പോ സ്റ്റെയർവേ, സ്റ്റെപ്പില്, റാമ്പ് എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞ സ്ഥലമാണ് കേട്ടോ. നമ്മൾ സ്റ്റെപ്പിൽ കൂടെ ചെരിഞ്ഞ ഇതിൽ കൂടെ ഒക്കെ കയറുമ്പോൾ ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കാറുണ്ടോ? കൈപ്പിടി അല്ലേ? നമ്മൾ മുകളിലേക്ക് ഇപ്പൊ കയറുന്ന അവിടെ ഹാൻഡ് റെയിൽസ് വെച്ചിട്ടില്ല. എന്തിനാ ഹാൻഡ് റെയിൽസ് വെക്കണേ? എന്തിനാ? നമ്മള് വീഴാതിരിക്കാൻ, നമ്മൾ അറിയാതെ പോകുമ്പോ ചിലപ്പോ വേച്ച് വീഴാതെയൊക്കെ ഇരിക്കാൻ, ഒക്കെ ഒന്ന് പിടിച്ചുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടി, സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് സൈഡിൽ പതുക്കെ കയ്യിൽ പിടിച്ച് പോയാൽ മതി. അപ്പൊ നമ്മള് അല്ലാതെ പോകുമ്പോ ചിലപ്പോ നമ്മൾ വല്ലത് തട്ടി വീഴുവോ അല്ലെങ്കിൽ തെന്നി വീഴുവോ അത് മറിഞ്ഞു വീഴുവോ ഒക്കെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് എന്താണ് പറഞ്ഞിരുന്നത്? ഹാൻഡ് റെയിൽസ് നമ്മള് ഉപയോഗിക്കണം. സ്ലിപ്പായി പോകാം, സപ്പോർട്ട് കിട്ടാൻ അല്ലേ. ഓക്കെ. ഹാൻഡ് റെയിൽസ്. ഓൾവേസ് യൂസ് ഹാൻഡ് റെയിൽസ് ഓൺ സ്റ്റെയർവേ ഓഫ് ഗ്രാംസ്. ഹാൻഡ് റെയിൽസ് നമ്മള് ചെറിയ സ്ഥലത്തോ സ്റ്റെയർവേ കൂടെ പോകുമ്പോൾ ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വെക്കുന്നത്, കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഡാഷിട്ട് തന്നെ ഹാൻഡ് റെയിൽസ്. ഓൾവേസ് യൂസ് ഡാഷ് ഓൺ സ്റ്റെയർവേ ഓഫ് റാം. എന്ത് ഉപയോഗിക്കണം പറഞ്ഞേക്കുന്നത്? ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കണം. ഇനി നോക്കിയേ, ഓവർഹെഡ് ഒബ്ജക്ട്. നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള വസ്തുക്കളോ അതെടുക്കണമെങ്കിൽ എങ്ങനെയാ? when you try to take the object overhead object, always use a good ladder. എന്തുപയോഗിക്കണം? നമ്മൾ നല്ല ലാഡർ ഉപയോഗിക്കണം. ഏണിയില്ലേ അത് ഉപയോഗിക്കണം. do not climb on chairs or boxes. ഇനി ചെയറിന്റെ മുകളിലോ കസേരയുടെ മുകളിലോ ബോക്സിന്റെ മുകളിലോ ഒന്ന് കയറി ഇരുന്ന് ഏങ്ങി വലിഞ്ഞ് എടുക്കരുത്. ഇപ്പൊ നമ്മള് ബർത്തിന്റെ മുകളിലൊക്കെ, നമ്മൾ അടുക്കളയിലൊക്കെ ആണെങ്കിൽ നമ്മള് ഓരോ സാധനങ്ങളൊക്കെ കബോർഡുകളൊക്കെ ഉണ്ട് മുകളിലുള്ളത്, അതൊക്കെ നമ്മൾ വലിയ ചെയറൊക്കെ വലിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ബോക്സിന്റെ മുകളിലൊക്കെ ഏങ്ങി വലിഞ്ഞൊന്ന് കയറി എടുക്കരുത്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മള് ഗുഡ് ലാഡർ നമ്മൾ 2 വശത്തേക്കൊക്കെ വെക്കുന്ന ഒട്ടും വീടില്ലാത്ത രീതിയിലുള്ള ലാഡർ ഇല്ലേ, 2 വശത്തേക്ക് വെക്കുന്നതായിട്ട് നമുക്ക് മടക്കി വെക്കാം അല്ലെ. അങ്ങനെയുള്ളത്, അങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ലാഡർ ഉപയോഗിക്കണം. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. When you try to take objects overhead, always use a dash. എന്ത് ഉപയോഗിക്കാനാ പറഞ്ഞേക്കണേ? ഗുഡ് ലാഡർ, നല്ല ലാഡർ ഉപയോഗിക്കണം. Do not climb on chairs or boxes. ചെയറിലോ ബോക്സിന്റെ മുകളിലോ ഒന്നും കയറാൻ പാടില്ല. അങ്ങനെ തന്നെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. എന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചേച്ചി, നമ്മള് അമ്മ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നല്ലൊരു കൂട്ടാണ് കേട്ടോ. പുള്ളിക്കാരി ഇതുപോലെ തന്നെ എന്തോ മുകളില് എന്തോ വൃത്തിയാക്കാൻ അങ്ങോട്ട് കയറിയിട്ട് ആ കസേര വലിച്ചിട്ട് കയറി ഏങ്ങി വലിഞ്ഞിട്ട് പൊടിയിട്ട് തട്ടിയതാണോ അങ്ങനെ എന്തോ ആണ്, കസേരയില് താഴെ വീണ്. അപ്പൊ തന്നെ ആള് ഇതായി. അങ്ങനെ നമുക്ക് ഒരുപാട് അപകടങ്ങൾ അല്ലേ കേട്ടിട്ടില്ലേ കസേരയുടെ ഇത്. അപ്പൊ നമ്മളെപ്പോഴും നമ്മൾ എങ്ങനെയാ മുകളിലേക്കുള്ള കാര്യങ്ങൾ സപ്പോർട്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്താ പറയാ, അപ്പൊ നമ്മൾ അങ്ങനെയുള്ള റിസ്കി കാര്യങ്ങളൊന്നും ചെയ്യരുത്. 12th പോയിന്റാ, ഞാൻ പറയില്ലല്ലോ അവിടെ നോക്കട്ടെ കേട്ടോ. നിങ്ങൾ എഴുതി വെച്ചേക്കാണോ? കോപ്പറേറ്റ് വിത്ത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്നുള്ളതാണോ? അതാണോ? കോപ്പറേറ്റ്. ഓക്കെ. എന്താ കോപ്പറേറ്റ് വിത്ത് ഹോസ്പിറ്റൽ
സെക്കൻഡ്. ഓക്കെ 74 പേജിന് സെക്കൻഡ്. എന്താ? ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് സഹകരിക്കുകയാണ്. അപ്പൊ പേഴ്സണലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ ജനറൽ സേഫ്റ്റി മെഷേഴ്സിൽ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളൊക്കെ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. ബൈ എന്ത്? ഒബ്സർവിംഗ് പ്രൊസീജിയർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. അതായത് ആ കമ്മിറ്റിയിൽ ഓൾറെഡി അവിടെ സ്ഥാപിച്ചിട്ടുള്ള പ്രൊസീജിയറിലെ ഓരോ കാര്യങ്ങൾക്കും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, പ്രൊസീജിയർ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, ഇതിനകം സ്ഥാപിച്ചിട്ടുള്ള നടപടിക്രമങ്ങള് പരിശോധിച്ചുകൊണ്ട് അത് നിരീക്ഷിച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് സഹകരിക്കുക. ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള കമ്മിറ്റിയാണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. അതുമായിട്ട് സഹകരിക്കുക. സ്റ്റാഫുകൾ എല്ലാവരും ആ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള്, കമ്മിറ്റിയാണ് എടുത്തിരിക്കുന്ന നടപടികള്, നയങ്ങള് അതെല്ലാം ഫോളോ ചെയ്യുക, അതിനോട് സഹകരിക്കുക. ഇത്രയുള്ള അത് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിനകം സ്ഥാപിച്ചിട്ടുള്ള പ്രൊസീജിയർ നിരീക്ഷിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ കൺട്രോൾ കമ്മിറ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. അത്രയും വരച്ചിട്ടാലും മതി കേട്ടോ. കോപ്പറേറ്റ് വിത്ത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി, ഇത്രയും മതി. ഫുള്ളായിട്ടൊന്നും നോക്കണമെന്നില്ല. ജസ്റ്റ് പോയിന്റ്സ് തരുമ്പോൾ ഇത് ജനറൽ സേഫ്റ്റിന്ന് വരുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി വെക്കാം. പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ. ഒന്നാമത്തെ ഇവിടെ ഈ 74th പേജില് ഒന്നാമത്തേൽ എന്താ പറഞ്ഞേക്കണേ? എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ ഡോക്ടറെ റിപ്പോർട്ട് ചെയ്യണം അല്ലെ? എന്നിട്ട് നമ്മൾ വീട്ടിൽ സ്റ്റേ ചെയ്യണം. അസുഖം മാറിയതിനു ശേഷം മാത്രം ജോലിയിലേക്ക് കടക്കുക. പിന്നെ ഹോസ്പിറ്റൽ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട്, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് സഹകരിക്കുക. സ്റ്റാഫുകൾ ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളും പാലിച്ച് ആ ഒരു കമ്മിറ്റിയുമായിട്ട് സഹകരിക്കുക. പിന്നെ നമ്മൾ പ്രോപ്പർ യൂണിഫോമും ക്ലോത്തിങ്ങും ധരിക്കുക. നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട് അധികം ടൈറ്റ് ആവാനോ അധികം ലൂസ് ആവാനോ പാടില്ല. പിന്നെ നമ്മൾ ജ്വല്ലറി, ഹൈ ഹീൽഡ് ഫുട്വെയർ ഇതൊക്കെ നമുക്ക് അപകടം ഉണ്ടാക്കുന്നതാണ്. അതെല്ലാം നമ്മൾ ഒഴിവാക്കണം. പിന്നെ അതുപോലെ നമ്മൾ അതിലോലമായിട്ടുള്ള ഒട്ടിപ്പോകുന്ന അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ്, ആർട്ടിക്കിൾസ് ഇതൊക്കെ എടുത്തോണ്ടൊന്നും ഓടാൻ പാടില്ല. നമ്മൾ പതുക്കെ നടക്കുക. പിന്നെ തറയില് എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയലോ ലൂസ് വയറ്, ഓയിൽ എന്തെങ്കിലും ഒക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ അത് ആക്സിഡന്റിന് കാരണമാകുന്നതാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഫയർ, ആസിഡ്, വാട്ടർ, കംപ്രസ്ഡ് എയർ അതൊക്കെ നമുക്ക് എന്താ ഹസാർഡ്സ് ആണ്, നമുക്ക് ദോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് ഉപയോഗിച്ച് നമ്മൾ തമാശ കളികളിലൊന്നും ഏർപ്പെടാൻ പാടില്ല. തമാശ പോലെ ചെയ്യരുത്, തീയെടുത്ത് കളിക്കരുത് എന്നൊക്കെ പറയൂലേ ആവശ്യമില്ലാതെ. അത് നമുക്ക് അപകടം വരുത്തി വെക്കും. അതിനൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾ എല്ലാ വാർണിംഗ് ബോർഡുകൾക്കും ശ്രദ്ധ കൊടുക്കണം. വാർണിംഗ് ബോർഡ് നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു വാൺ ചെയ്യുന്നതാണ്, നമുക്കൊരു മുന്നറിയിപ്പ് നൽകുന്നതാണ്. അപ്പൊ അത് നമ്മൾ എല്ലാ വാർണിംഗ് ബോർഡുകളും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, അത് വായിച്ച് മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ വർക്ക് പ്രൊസീജിയർ നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. പിന്നെ അടുത്തത് നമ്മുടെ സ്റ്റെയർവേ അല്ലെങ്കിൽ റാമ്പ്, ചെറിയ സ്ഥലം സ്റ്റെയർവേ കൂടെയൊക്കെ കയറുമ്പോൾ നമ്മൾ എന്തായാലും ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കണം. പിന്നെ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള ഒബ്ജക്ട്സ് എടുക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം എന്നാ പറഞ്ഞേക്കണേ? നല്ല ലാഡർ ഉപയോഗിക്കണം. അവിടെ ചെയറോ ബോക്സുകളോ ഉപയോഗിക്കാൻ പാടില്ല. നല്ല ലാഡർ തന്നെ ഉപയോഗിക്കണം. ക്ലിയർ അല്ല എല്ലാ പോയിന്റ്സും? ഇപ്പൊ ജനറൽ സേഫ്റ്റിയിൽ വരുന്നതാണോ, ഇൻക്ലൂഡ് ചെയ്യണതല്ലയോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇവിടെ എന്താ പറയാ, നിങ്ങൾ ഇവിടെ ഇട്ടേക്കുന്ന നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ ആ ഇവിടെ പ്രൊഫൈല് ഇവിടെ ഇട്ടേക്കുന്നത് ആരും ഇതൊന്നും ഇട്ടിട്ടില്ല. പലരും പല കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പൊ നിങ്ങളെ അറിയാൻ പറ്റില്ല. മാക്സിമം നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇതാട്ടോ. നിങ്ങളെ എനിക്ക് കാണാൻ പറ്റുമല്ലോ. ഇവിടെ ഓരോരുത്തരൊക്കെ ഞാൻ കുറെ നേരമായിട്ടാണ് നോക്കണം. വാസു എന്ന് പറഞ്ഞ കുട്ടി ആരാണെന്നാവോ എന്താ പ്രൊഫൈൽ ഇട്ടേക്കണോ? അവിടെ പിക്ചർ കാണാൻ പറ്റുമോ? കാണാൻ പറ്റൂലേ? അഭിറാമാണോ അത്? ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇടാം, നമുക്ക് കാണാലോ നിങ്ങളെ. വാസു എന്നാണ് ഇവിടെ കിടക്കണേ കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിപ്പോ നമുക്ക് എല്ലാവർക്കും ഇന്ദ്രജിത്തിന്റെ പടം അല്ലേ? ഞാൻ കുറെ നേരമായി അത് കാണുമ്പോ തന്നെ കാണാമോ ഇതിട്ടേക്കുന്നേ എന്ന് വിചാരിച്ചു. ഞാൻ വെറുതെ ഒരു സജഷൻ പറഞ്ഞോന്നുള്ളൂ കേട്ടോ. എനിക്ക് അങ്ങനെ
നോട്ട് ചെയ്യാനതാണോ? നോട്ട് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ മതി. അധികം ഇല്ല. എന്തൊക്കെയാ റൈറ്റ് വേ ടു വായിച്ചാൽ മതി. അധികം വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നുമില്ലല്ലോ. നമുക്ക് അങ്ങനെ കുഞ്ഞതായിട്ടേ വേണമെങ്കിൽ ചോദിക്കാം. ഒന്നാമത്തെ റൈറ്റ് വേ ടു ഡു ജോബ് ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് ദ ഡാഷ് വേ, സേഫ് വേ. പിന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മള് ആരോട് അത് വേണമെങ്കിൽ നോക്കിട്ടോ കേട്ടോ. ഡു നോട്ട് ഇന്റർജെക്ട് ദിസ് വർക്ക്, ആസ്ക് ദ ഡാഷ്. ആരോട് ചോദിക്കണം പറഞ്ഞേ? നമ്മുടെ സൂപ്പർവൈസറിനോട് ചോദിക്കണം. പിന്നെ അടുത്തത് പിന്നെ നമ്മൾ പറഞ്ഞ ടു ബി ഫിസിക്കലി ഇമോഷണലി ഫിറ്റ്. അവിടെ നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. പിന്നെ അടുത്തത് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് അതൊക്കെ വായിച്ചു വെച്ചാൽ മതി. പിന്നെ യൂണിഫോം തെറ്റ് ഇതൊക്കെ നമുക്കത് അങ്ങനെ അണ്ടർലൈൻ ചെയ്തിടാൻ ഇതില്ല. പിന്നെ ഫയർ ആസിഡ് വാട്ടർ ഇതൊക്കെ ആയിട്ട് പ്രാക്ടിക്കൽ ജോബ്സിൽ ഏർപ്പെടാറുണ്ട്. പിന്നെ എല്ലാ വാണിംഗ് ബോർഡുകൾക്കും ശ്രദ്ധ കൊടുക്കണം. ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കാം. പിന്നെ ഹാൻഡ് റൈറ്റ്സ് അത് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഹാൻഡ് റൈറ്റ്സ് ഓൾവേസ് യൂസ് ഹാൻഡ് റൈറ്റ് ഓൺ സ്റ്റേർവേ ഓഫ് റാമ്പ്. അതെന്താ ഹാൻഡ് റൈറ്റ്സ് എന്നുള്ളത് അവിടെ അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ ഗുഡ് ലാഡറിൽ അതും അണ്ടർലൈൻ ചെയ്തിടാം. ഓവർഫിറ്റ് ഒബ്ജക്ട്സ് ഗുഡ് ലാഡർ എന്നുള്ളതും അണ്ടർലൈൻ ചെയ്തിടാം. ഓക്കെ, ഇനി അടുത്തതാണ് സേഫ്റ്റി പേഷ്യന്റ് കെയർ. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബുദ്ധിമുട്ടുണ്ടോ? ചാപ്റ്റർ എടുത്തിട്ട് എല്ലാവരും ഒക്കെ തേർഡ് മൊഡ്യൂള് മറ്റുള്ള ടീച്ചേഴ്സ് ഒക്കെ തുടങ്ങിയില്ലേ? കൃത്യമായിട്ട് വായിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കുമ്പോ തന്നെ ആരും തുടങ്ങിയിട്ടില്ലേ? എനിക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ. തുടങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആദ്യ മിസ് തുടങ്ങി അല്ലേ? പിന്നെ നെക്സ്റ്റ് മൺഡേ അല്ലേ നമുക്കുള്ളത്? മൺഡേക്ക് ബാക്കിയിട്ട് നോക്കാം. പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നാൽ ആദ്യം ഇത് പോയി. വേറെ ഒന്നുമല്ല, ഒരിത്തിരി സമയം എടുത്താലും നിങ്ങളിപ്പോ എക്സാം കഴിഞ്ഞ് അടുത്ത മൊഡ്യൂളിലേക്ക് കയറിയപ്പോ നമ്മള് അത് മുതല് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയി. ഇനിയുള്ളത് നമ്മൾ കൃത്യമായിട്ട് തന്നെ വായിച്ചു വെക്കുക. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇത്തിരി വലിയ ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ട് പഠിക്കാതെ അധികം ഒരുമിച്ച് തേർഡ് മൊഡ്യൂൾ ഒരുമിച്ച് പഠിക്കാൻ വരുമ്പോ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാരും ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം നടക്കൂല. നമ്മൾ വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നെ ഈ ഹോസ്പിറ്റലിന്റെ മാത്രം ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളല്ല അവിടെ വരുന്നത്. കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാർക്കറ്റിംഗ്, ബിസിനസ് മാനേജ്മെന്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്റെ മാത്രമല്ല എല്ലാ ടീച്ചേഴ്സും നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ അന്നുള്ളത് തന്നെ വായിച്ചു വെക്കുക. അതൊരു മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എപ്പോഴും. അപ്പൊ പിന്നെ എക്സാമിന് നല്ല എളുപ്പമായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതുകയും ചെയ്യാം. ഓക്കെ, വേറെ ഒന്നുമില്ല. ഇപ്പൊ പിക്ചറിലാരും മറക്കണ്ട. പറ്റുന്നവരൊക്കെ ഒന്ന് നിങ്ങളുടെ പിക്ചർ തന്നെ ഇടാൻ നോക്കുക. അപ്പൊ പിന്നെ നിങ്ങളെ കാണാൻ പറ്റുമല്ലോ. ഒരു പരിചയം ഉണ്ടാവില്ലോ. ഇപ്പൊ വേറെ വേറെ കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, വേറെ ഒന്നുമില്ല. ആരാണ് ആതിര സജീവിന്? ഞാനിവിടെ കാണണമല്ലോ. പിന്നെ എല്ലാവരെയും സ്ക്രീനിൽ കാണാൻ പറ്റില്ല. അത് എടുത്ത് നോക്കിയാൽ മാത്രമേ എല്ലാവരും കാണാൻ പറ്റുള്ളൂ. ജസ്റ്റ് 4-5 പേരുടെയൊക്കെയാണ് ഫ്രണ്ട് സ്ക്രീനില്. ഓരോന്ന് എടുത്ത് നോക്കി അറിയാൻ പറ്റും നമുക്ക്. ആതിരയുടെ അങ്ങനെയാണ് ആര്യ, അനിത, ആതിരയുടെ ഓക്കെ. ആതിരയുടെ ഫോട്ടോ അല്ലെ? ഓക്കെ ഓക്കെ, ഓരോന്ന് എടുത്ത് നോക്കാം. ഓക്കെ, വേറെ ഒന്നുമില്ല. എന്നാ നെക്സ്റ്റ് മാം ഇപ്പൊ ജോയിൻ ചെയ്യും കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എന്റെ മോന്റെ ഫോട്ടോയാണ് മിന്നു കുട്ടിയുടെ എവിടെയാണ് നോക്കട്ടെ. ഇത് ഓരോന്ന് എടുത്ത് നോക്കണം. നിങ്ങളുടെ ഫുള്ള് 56 പേരുണ്ട്. 56 പേരുടെ ഫോട്ടോ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ല. അത് നമ്മൾ ഓരോന്ന് എടുത്ത് നോക്കണം. എന്നാലാണ് 56 പേരെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, വേറെ ഒന്നുമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി നോക്കാം കേട്ടോ. പറ്റുന്നവരൊക്കെ എടുത്തിട്ട് പിന്നെ നിങ്ങൾ എനിക്ക് കാണാൻ പറ്റുമല്ലോ. എന്നെ നിങ്ങൾ എപ്പോഴും കാണണ്ട, പക്ഷെ നിങ്ങൾ ഞാൻ കാണുന്നില്ലല്ലോ. അതുകൊണ്ടാണ്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് കോൺവെക്കേഷൻ ഒക്കെ വരുമ്പോ കാണാം. ഓക്കെ, എന്നാ പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.